ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ആധുനിക ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ അവസാനമായി ഇന്ത്യയിൽ വന്നത് ഏത് വർഷമാണ്? 1524. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം AD 1510. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം വാണ്ടിവാഷ് യുദ്ധം. ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ കലാപം ഏതാണ്? കൂക കലാപം. ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ്. ഏത് സന്ധിപ്രകാരമാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത്? ശ്രീരംഗപട്ടണം സന്ധി. താഴെ പറയുന്നവയിൽ C. രാജഗോപാലാചാരിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അത് ഓർത്തു വെച്ചോണേ. ചുവടെ പറയുന്നവരിൽ ആരാണ് അമൃതസർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് രാജാവ്? രാജ രഞ്ജിത്ത് സിംഗ്. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം ഏതാണ്? സത്താറ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ്, അവസാനത്തെ ഗവർണർ ജനറൽ എന്നീ പദവികൾ വഹിച്ചിരുന്നത് കാനിങ് പ്രഭു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 19 വയസ്സിൽ നിന്നും 21 പുനഃസ്ഥാപിച്ചത് റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബിൽ പാസാക്കിയ വൈസ്രോയ് ആരാണ്? റിപ്പൺ പ്രഭു. പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവ് EV രാമസ്വാമി നായ്ക്കർ. പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. കർമ്മയോഗി എന്ന മാസിക ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അരബിന്ദ ഘോഷ്. താഴെ പറയുന്നവയിൽ ഏത് സംഘടനയാണ് കാക്കോരി ട്രെയിൻ കൊള്ളയുമായി ബന്ധമുള്ളത്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. യുഗാന്തർ എന്ന സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്തത് ആര്? അശ്വിനി കുമാർ ദത്ത. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി നവംബർ 11 ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ബാലഗംഗാധര തിലകനാണ്. അത് ഓർത്തു വെച്ചോണേ. ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത്. ആരുടെ വാക്കുകളാണിത്? അംബേദ്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത്? 1916 ലക്നൗ സമ്മേളനം. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി. അഭിനവ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് അന്നാ ഹസാരെ. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാ ഗീതമായ വൈഷ്ണവ ജയതോ എഴുതിയതാര്? ഭഗത് നരസിംഹ മേത്ത. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം.
ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ. ഭാരത സർക്കാർ ജാനുവരി 9 പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിനത്തിൻ്റെ സ്മരണാർത്ഥം. നവവിധാൻ എന്ന സംഘടന സ്ഥാപിച്ചതാര്? കേശവചന്ദ്ര സെൻ. സത്യശോധക സമാജ് സ്ഥാപിച്ചതാര്? ജ്യോതിറാവു ഫുലെ. പട്ടിണി കിടക്കുന്നവരോട് മതബോധം നടത്തുന്നത് അവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ആരുടെ വാക്കുകളാണിത്? സ്വാമി വിവേകാനന്ദൻ. ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത വർഷം ഏതാണ്? AD 1893. താഴെ പറയുന്നവരിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തത് ആര്? ക്ലെമന്റ് ആറ്റ്ലി. 1932 നിലവിൽ വന്ന പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? ഗാന്ധിജി, അംബേദ്കർ. 1931 നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ബോംബെ സമ്മേളനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് 1919 ഏപ്രിൽ 13 നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരായിരുന്നു? ജനറൽ റെജിനാൾഡ് ഡയർ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള കാരണം എന്താണ്? ചൗരി ചൗര സംഭവം. ചുവടെ പറയുന്നവരിൽ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് ആരാണ്? തേജ് ബഹദൂർ സാപ്രു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇതിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഉൾപ്പെടാത്തത് ഏതാണ്? ബാരക്പൂർ. 1857 മഹത്തായ വിപ്ലവത്തിന് ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം നൽകാത്ത സ്ഥലം താഴെ പറയുന്നവയിൽ ഏതാണ്? ബറേലി. ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ആണ്. അത് ഓർത്ത് വെച്ചോണേ. 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമായ 1901 കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ദിൻഷാ ഇ വാച്ച. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏതു പേരിൽ അറിയപ്പെടുന്നു? സുരക്ഷാ വാൽവ് സിദ്ധാന്തം. എഡ്വിൻ ആന്റോണിയ ആൽബീന മെയ്നോ എന്നത് താഴെ പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റുമാരിൽ ആരുടെ യഥാർത്ഥ നാമമാണ്? സോണിയ ഗാന്ധി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്വദേശിമിത്രം എന്ന തമിഴ് പത്രത്തിൻ്റെ സ്ഥാപകനാര്? ജി സുബ്രഹ്മണ്യ അയ്യർ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്